ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫിലോഡെൻഡ്രോൺ വെറൈറ്റീസിൽപ്പെട്ട ചെടിയിൽ ഒന്നാണ്. നല്ല ഗ്രീനായിട്ടുള്ള നല്ല ലീഫ് നല്ല നീളത്തിലുള്ള ഒരു ചെടി. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ലീഫൊക്കെ നല്ല മഞ്ഞ കളറായിട്ട് ഒക്കെ മാറിയേക്കാണ്. അതിൻ്റെ ഭംഗിയൊക്കെ നന്നായിട്ട് പോയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല വെയിലത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. നേരത്തെ ഞാനിത് നല്ല തണലത്ത് ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നു. ആ തണലിൽ നിന്ന് കാരണം നല്ല ഭംഗിയായിട്ട് ഉണ്ടായിരുന്ന ഒരു ചെടിയായിരുന്നു. അപ്പോൾ ഞാനിത് വെട്ടി അങ്ങ് മാറ്റുകയാണ്. അപ്പോൾ ഇത് മതിലേലാണ് ഇങ്ങനെ പടർത്തി കയറ്റിക്കൊണ്ടിരുന്നത്. അപ്പോൾ നല്ല ഹൈറ്റിൽ വന്നതായിരുന്നു. കുഴപ്പമില്ല. ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് നല്ല പച്ചപ്പുള്ള നല്ല കിളിർത്ത തണ്ട് നമുക്ക് റൂട്ടോട് കൂടി ഒടിച്ചെടുക്കാം. എന്നിട്ട് അത് നമുക്ക് വേറെ അത് സെറ്റ് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്ക് വേണമെങ്കിൽ അത് വെച്ച് പുതിയ തൈകളാക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ വേറെ സൈഡിൽ വേറൊരു സൈഡിൽ ഇങ്ങനെ മതിലെ തന്നെ കയറ്റിയിരിക്കുന്നതാണ് ഈ ഒരു ചെടി. അപ്പോൾ നല്ല പച്ചപ്പായിരുന്നു. ഇപ്പോൾ വെയിലുള്ളത് കൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒരു ബോട്ടിലെടുത്തിട്ട് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് ഒരു കത്തി നന്നായിട്ടൊന്ന് ചൂടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ കുപ്പിയിലാണ് ഞാനിതിന്ന് സെറ്റ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഒന്ന് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഇത്ര ഹൈറ്റുള്ള കുപ്പി എടുക്കുക. എന്നാലേ ഈ ചെടിക്ക് കണ്ടില്ലേ, നല്ല ലീഫിനും നല്ല നീളമുള്ളതാണ്, അതേപോലെ തന്നെ തണ്ടിനും ഒക്കെ നല്ല നീളമുള്ളതാണ്. അപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് നിൽക്കണമെങ്കിൽ ഇത്ര ഹൈറ്റുള്ള കുപ്പി തന്നെ എടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളത്തിൽ കണ്ട നല്ല ചോർച്ചയുള്ളൊരു കുപ്പിയായിരുന്നു. വെള്ളമൊക്കെ പോയി കിട്ടി. അപ്പോൾ ആദ്യമേ തന്നെ വെള്ളം ഒഴിച്ചൊന്ന് നോക്കേണ്ടതായിരുന്നു. അപ്പോൾ നല്ല കുപ്പി കണ്ടപ്പോൾ അത് ശ്രദ്ധിച്ചില്ല. സാരമില്ല, ഇതിൽ നമുക്ക് വേണമെങ്കിൽ മണ്ണും മണലും ഒക്കെ ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് മാറ്റി വെക്കാം. ഞാൻ വേറൊരു കുപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിരുന്നായിരുന്നു. അപ്പോൾ അതെടുക്കാം, അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്ര 1/4 ഭാഗം ഒഴിച്ചാൽ മതി. അതിനുശേഷം നമുക്കിത് ഇറക്കി വെച്ച് കൊടുക്കാം. ഓരോ തണ്ട് വീതം ഒരു 2-3 തണ്ടൊക്കെ ഇറക്കി വെച്ച് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് ബുഷിയായിട്ട് നിൽക്കും. അപ്പോൾ നന്നായിട്ട് വേരൊക്കെ വരും. അപ്പോൾ ഇങ്ങനെ ഞാൻ ഇതേപോലെ ഒരു തണ്ടും കൂടെ എടുക്കാം. അതിൻ്റെ വേരൊന്ന് കട്ട് ചെയ്ത് കളയുകയാണ്. നല്ല നീളമുള്ള വേരുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം ഇതിനുള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പുതിയ പുതിയ വേരുകൾ വരും. നല്ല ഭംഗിയായിട്ട് നല്ല പച്ചപ്പായിട്ട് നിൽക്കുകയും ചെയ്യും. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാം. അപ്പോൾ ലീഫൊക്കെ നല്ലൊരു ഭംഗിയായിട്ട് കിട്ടും. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ ഒരു 2 കുപ്പിയിൽ നേരത്തെ ഇതേപോലെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് കാണിച്ചു തരാം കേട്ടോ. വെള്ളത്തിൽ വെക്കുന്നതിന് കൊണ്ട് നല്ല ഒരു ഗ്രോത്ത് ഉണ്ടാവും. പുതിയ പുതിയ വേരുകളൊക്കെ വരും. പിന്നെ നമുക്ക് വേരുകൾ വന്നതിന് ശേഷം വേറെ ചട്ടിയിൽ സെറ്റ് ചെയ്തും വെക്കാവുന്ന. പക്ഷേ എന്താണെന്ന് വെച്ചാൽ തണൽ നന്നായിട്ട് വേണം, എന്നാൽ മാത്രമേ നല്ല പച്ചപ്പായിട്ട് നിൽക്കുകയുള്ളൂ. ഇതാണ് വേറെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. കണ്ടില്ലേ, വേരൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, പുതിയ പുതിയ വേരുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് അത് വാടാണ്ട് നന്നായിട്ട് നിന്നോളും. ഇനി ആ വെള്ളം ഒന്ന് കളഞ്ഞതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. വേറെ പുതിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് ഇറക്കി വെക്കാം. അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഡോറായിട്ട് നമുക്ക് ഔട്ട്ഡോറായിട്ടും വളർത്താവുന്ന ഫിലോഡെൻഡ്രോൺ വിഭാഗത്തിൽപ്പെട്ട ഒരു ചെടിയാണിത്. അപ്പോൾ ഇതിൻ്റെ തന്നെ വേറെ ടൈപ്പ് ഇഷ്ടം പോലെ ഉണ്ട്. വെള്ളം ഒക്കെ ഒന്ന് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ വേറൊരെണ്ണം ഉണ്ട്, അതിൽ ഞാൻ വെള്ളം ഒഴിച്ച് സെറ്റാക്കി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് നല്ല ഭംഗിയുള്ള ചട്ടികളിൽ ആക്കി നന്നായിട്ട് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇതേപോലെ തന്നെ വെള്ളം മാറ്റി കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രഷായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ. ഇതേപോലെയുള്ള വീഡിയോസായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ടാറ്റാ ബൈ ബൈ.